നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീ ഹനുമാന്റെ വാക്കുകൾ കേട്ടപ്പോൾ കപിവരന്മാർ അതിസന്തുഷ്ടരായി തീർന്നു. ബാലീനന്ദനായ അംഗദ യുവരാജാവ് അഭിപ്രായം വ്യക്തമാക്കി. പ്രിയപ്പെട്ട കപിശ്രേഷ്ഠന്മാരെ, ഹനുമാന്റെ ദുർജയമായ ബലത്താൽ തന്നെ ലങ്കാരാജ്യം ഭസ്മമായി കഴിഞ്ഞ വർത്തമാനം കേട്ടുവല്ലോ. അങ്ങനെയിരിക്കെ ദേവിയെ കൊണ്ടുവന്നില്ല എന്ന ശ്രീരാമദേവന്റെ സന്നിധിയിൽ ഉണർത്തിക്കുന്നത് യുക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അസുരന്മാരും ദേവന്മാരും വസിക്കുന്ന ഒരിടത്തും ചാട്ടത്തിലോ പരാക്രമത്തിലോ നമ്മോട് സദൃശരായിട്ട് ആരുണ്ട്? ആ നിലയ്ക്ക് രാക്ഷസന്മാർ അധിവസിക്കുന്ന ലങ്കയെ ജയിച്ച് യുദ്ധത്തിൽ രാവണനെ നിഗ്രഹിച്ച് ദേവിയെയും എടുത്തുകൊണ്ട് രാമ സുഗ്രീവ സവിധത്തിലേക്ക് നമുക്ക് പോകാം. എന്നാലേ നമ്മൾ കാര്യം നേടിയവരാകൂ, സ്വാമിയുടെ ഹൃദയഗതി അറിഞ്ഞവരാകൂ. ലങ്കാനിവാസികളിൽ വലിയൊരു ഭാഗത്തെ ഏകനായി തന്നെ ഹനുമാൻ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് അവിടെ ചെയ്യുവാനുള്ളത്? ദേവിയെ കൊണ്ടുചെന്ന് ശ്രീരാമ ലക്ഷ്മണന്മാരുടെ മധ്യത്തിൽ നിർത്തണം. അതിനുവേണ്ടി മറ്റു വാനരന്മാരെയും രാജകുമാരന്മാരെയും വിഷമിപ്പിക്കുന്നത് നമുക്ക് യോജിച്ചതല്ല. ശേഷമുള്ള രാക്ഷസ വീരന്മാരെ നമ്മൾ തന്നെ നിഗ്രഹിച്ച് കാര്യം മുഴുവനും സാധിച്ച ശേഷം ശ്രീരാമ ലക്ഷ്മണ സുഗ്രീവന്മാരെ കാണുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വബുദ്ധി കൊണ്ടാലോചിച്ച് തീർപ്പ് കൽപ്പിച്ച യുവരാജാവിൻ്റെ വാക്കുകൾ എല്ലാവരെയും സന്തുഷ്ടരാക്കി. ആ സംഘത്തിൽ വെച്ച് പരമശ്രേഷ്ഠനും കാര്യസാരം തികച്ചും അറിയുന്നവനും വയോവൃദ്ധനുമായ ജാമ്പവാൻ സന്തോഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: മഹാകപീശ്വര, അങ്ങ് അതിബുദ്ധിശാലിയാണ്, ധീരനും പ്രാപ്തനുമാണ്. എന്നാലും ഈ ആലോചന നല്ലതാണെന്ന് തോന്നുന്നില്ല. സീതാന്വേഷണത്തിന് തെക്കൻ ദിക്കിലേക്ക് അയച്ചവരാണ് നമ്മൾ. ദേവിയെ എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. വാനരകുല ചക്രവർത്തിയായ സുഗ്രീവനോ മഹാബുദ്ധിമാനായ ശ്രീരാമചന്ദ്രനോ ദേവിയെ കൊണ്ടുവരണമെന്ന് കൽപ്പിച്ചിട്ടില്ല. ഇനി എങ്ങനെയെങ്കിലും നാം ദേവിയെ കൊണ്ടുചെന്നാൽ അവിടെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശ്രീരാമദേവൻ രഘുവംശ രാജപരമ്പരയിൽ ജനിച്ച ഉത്കൃഷ്ട രാജാക്കന്മാരിൽ അത്യുത്തമനായ രാജാവും കൂടിയാണ്. എല്ലാ വാനരന്മാരും ഒന്നിച്ചു നിൽക്കുമ്പോൾ അവിടുന്ന് കോദണ്ഡമെടുത്ത് സീതാവിജയത്തെക്കുറിച്ച് പ്രതിജ്ഞ ചെയ്തത് നാം വെറുതെ ആക്കാമോ? നമ്മൾ ദേവിയെ കൊണ്ടു ചെന്നാൽ അവിടുത്തെ സത്യം നിഷ്ഫലമായി തീരും. അതുകൊണ്ട് ദേവന് ഒരിക്കലും സന്തോഷമല്ല നമ്മളിൽ ഉണ്ടാവുക. അല്ലയോ വാനരേന്ദ്രന്മാരെ, നമ്മുടെ പരാക്രമം അസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ചു എന്ന ന്യൂനതയും വന്നുചേരും. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായി സാധിപ്പിച്ച വർത്തമാനം അറിയിക്കുവാൻ ശ്രീരാമ ലക്ഷ്മണ സുഗ്രീവന്മാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക. രാജകുമാര, അങ്ങയുടെ ആലോചന നമുക്ക് തികച്ചും സമുചിതമായിട്ടുള്ളതുമാണ്. അല്ലെന്ന അഭിപ്രായം എനിക്കില്ല. എന്നാൽ ശ്രീരാമസ്വാമിയുടെ മനസ്സ് ഏത് വിധമാണ് ഇരിക്കുന്നത് അതനുസരിച്ച് കാര്യം സാധിപ്പാനുള്ള ആലോചനയാണ് അവിടേക്ക് ഉണ്ടാകേണ്ടത്. ജാമ്പവാന്റെ അഭിപ്രായം അംഗദൻ, ഹനുമാൻ തുടങ്ങിയ വാനരപതികളെല്ലാവരും സമ്മതിച്ചു, സന്തോഷിച്ചു. മാരുതിയെ മുന്നിലാക്കിക്കൊണ്ട് സർവ്വവാനരന്മാരും മഹേന്ദ്ര പർവ്വത ശിഖരത്തിൽ നിന്ന് ചാടി പുറപ്പെട്ടു. മേരു, മന്ദരം എന്നീ പർവ്വതങ്ങളെപ്പോലെയും മഹാഗജങ്ങളെപ്പോലെയും വമ്പിച്ച ശരീരവും മഹാബലവുമുള്ള വാനരന്മാർ ആകാശത്തെ മറച്ചുകൊണ്ട് സഞ്ചരിക്കുവാൻ തുടങ്ങി. അമ്പരചാരികളായ സിദ്ധാദികളാൽ സാദരം പൂജിക്കപ്പെടുന്നവനും ആത്മജ്ഞാനം ഉള്ളവനും അമിത ബലവാനും മഹാവേഗവാനുമായ ശ്രീ ഹനുമാനെ നേത്രങ്ങൾ കൊണ്ട് വഹിക്കുന്നവരോ എന്ന് തോന്നുമാറ് കണ്ണടയ്ക്കാതെ നോക്കുന്നവരും ശ്രീരാമകാര്യം ഭംഗിയായി സാധിപ്പിക്കുന്നതിലും തങ്ങൾക്കും മഹാപ്രഭുവിനും ശ്രേഷ്ഠമായ കീർത്തി ജനിപ്പിക്കുവാൻ അത്യധികം ശ്രദ്ധിക്കുന്നവരും സീതാദർശനം, രാക്ഷസ സൈന്യങ്ങളുടെ സാമാന്യവധം, ലങ്കാദഹനം ഇവയെല്ലാം നിർവഹിച്ചതിൽ ഉത്സാഹപൂർവമായ മനസ്സോടു കൂടിയവരും പ്രിയവർത്തമാനങ്ങൾ പറയുവാൻ തൽപരന്മാരും അടുത്തു തന്നെ ഉണ്ടാകാൻ പോകുന്ന മഹായുദ്ധത്തെക്കുറിച്ച് അഭിനന്ദിക്കുന്നവരും ശ്രീരാമദേവൻ ചെയ്യേണ്ടതായ രാവണ പ്രതീകാരത്തെ അനുജ്ഞ നേടിക്കൊണ്ട് തങ്ങൾക്കു തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ വാനരന്മാർ അത്യുത്സാഹത്തോടെ അതിവേഗത്തിൽ ആകാശത്തിൽ കൂടി സഞ്ചരിച്ചു. അരണ്യവാസികളായ കപിവരന്മാർ പക്ഷികളെ പോലെ ഗഗനത്തിൽ കൂടിപ്പോയി.
അനേകം മാമരങ്ങൾ നിറഞ്ഞിരിക്കുന്ന മധുവനം എന്ന പ്രസിദ്ധമായ സ്ഥലത്തെത്തി. യാതൊരു ഭൂതങ്ങൾക്കും ആക്രമിക്കാൻ കഴിയാത്തതും സർവ്വപ്രാണികളുടെയും നേത്രങ്ങളെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുന്നതും മഹാത്മാവായ സുഗ്രീവന്റെ ധതിമുഖനാൽ സർവദാ സംരക്ഷിക്കപ്പെടുന്നതും ദേവേന്ദ്രന്റെ നന്ദനോദ്യാനം പോലെ പ്രശോഭിക്കുന്നതുമാണ് മധുവനം. വാനര മഹാരാജാവായ സുഗ്രീവന്റെ മനസ്സിനെ കുളിർപ്പിക്കുന്ന ആ മഹാവനത്തിലെത്തിയ അവർ അത്യുത്സാഹത്തോടെ പരസ്പരം നോക്കി. നിർമ്മലമായ തേൻ പോലെ മഞ്ഞ നിറമുള്ള കണ്ണുകളോടുകൂടിയ കവീന്ദ്രന്മാർ മഹത്തായ മധുവനം കണ്ട് അടങ്ങാത്ത സന്തോഷത്തോടെ യുവരാജാവായ അംഗദനോട് ആ വനത്തിലെ മധുപാനം ചെയ്യുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചു. രാജകുമാരനായ അംഗദനാകട്ടെ ജാമ്പവാദി വൃദ്ധ വാനരന്മാരെ ബഹുമാനം നോക്കിയ ശേഷം ആ അരണ്യത്തിൽ കടന്ന് മധുഭക്ഷണം ചെയ്യുവാൻ ആജ്ഞ തന്നെ കൊടുത്തു. സമയോചിതമായ സൽക്കാരം ചെയ്യുവാൻ സസന്തോഷം ഒരുങ്ങിയ ബാലിനന്ദനന്റെ അനുജ്ഞ കിട്ടിയ വാനരന്മാർ തേനീച്ചകൾ പറന്നുകൊണ്ടിരിക്കുന്ന മാമര കൊമ്പുകളിൽ ചാടിക്കേറിക്കഴിഞ്ഞു. സുഗന്ധപൂർണങ്ങളായ കായ്കളും കിഴങ്ങുകളും ഭക്ഷിച്ചു. മധുപാനത്താൽ വാനരന്മാരെല്ലാവരും സന്തുഷ്ടന്മാരും മതാവിഷ്ടരുമായി തീർന്നു. അംഗദനാൽ മധുഭക്ഷണത്തിന് സമ്മതിക്കപ്പെട്ട സർവ്വകവികളും അവിടെ തന്നെ കളിക്കുവാൻ തുടങ്ങി. സംഘം ചേർന്ന് ചിലർ പാടുന്നു, ചിലർ പൊട്ടിച്ചിരിക്കുന്നു, ചിലർ ബാലകന്മാരെ പോലെ കളിക്കുന്നു, ചിലർ നമസ്കരിക്കുന്നു, ചിലർ പഠിക്കുന്നു, ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു, ചിലർ ചാടിക്കളിക്കുന്നു, ചിലർ അർത്ഥമൊന്നുമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നു, ചിലർ അന്യോന്യം ദേഹത്തോട് ദേഹം ഉരുമി നിൽക്കുന്നു, ചിലർ പരസ്പരം വാഗ്വാദം ചെയ്യുന്നു, ചിലർ ഒരു മരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്നു, ചിലർ വൃക്ഷാഗ്രങ്ങളിൽ നിന്ന് ഭൂതലത്തിലേക്ക് ചാടുന്നു, ചിലർ നിലത്തിൽ നിന്ന് വായുവേഗത്തിൽ മരത്തിൻ്റെ മുകളിലെത്തുന്നു. പാടുന്ന ഒരുവൻ്റെ സമീപത്തേക്ക് തലയാട്ടി ചിരിച്ചുകൊണ്ട് ഒരുവനെത്തുന്നു. കരയുന്ന ഒരുത്തൻ്റെ അടുത്തേക്ക് മറ്റൊരുത്തൻ വരുന്നത് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടാണ്. അല്പം ഉപദ്രവിച്ച ഒരുവനെ കഠിന ഉപദ്രവം ഏൽപ്പിച്ച് മറ്റൊരുവൻ ഓടുന്നു. ഇങ്ങനെ ആ പട മുഴുവൻ വല്ലാതെ കൂത്താടുക തന്നെ ചെയ്തു. മതിക്കാത്തവനോ അഹങ്കരിക്കാത്തവനോ ആ കൂട്ടത്തിൽ ഒരാളും ഇല്ലാതെയായി. കവിസംഘം ആ വനത്തിൽ കടന്നു ചെന്ന് മധുപാനാദികൾ ചെയ്യുകയും വൃക്ഷങ്ങളിലുള്ള ഇലകൾ, പുഷ്പങ്ങൾ മുതലായവ നശിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ദതിവക്ത്രൻ എന്നു പേരായ വാനരൻ കോപിച്ച് അവരെ തടസ്സം ചെയ്യാൻ ഒരുങ്ങി. സംഘബലമുള്ള വാനരന്മാർ ഒന്നായി ചേർന്ന് ആ വനത്തിൻ്റെ രക്ഷാധികാരിയും വൃദ്ധനാണെങ്കിലും വീരനുമായ ദതിവക്ത്രനെ ശകാരിച്ചു തുടങ്ങി. ഉഗ്ര തേജസ്വിയായ ആ വാനരനാകട്ടെ ഇവരിൽ നിന്ന് വനത്തെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ഉപായങ്ങൾ ഓരോന്നായി എടുത്തു. നിർഭയനായി ചിലരുടെ അടുത്തു ചെന്ന് തടസ്സം കൂടാതെ കഠിനവാക്കുകൾ ഉപയോഗിച്ചു. മറ്റു ചിലരെ മുഷ്ടി ചുരുട്ടി നല്ലപോലെ പ്രഹരിച്ചു. വേറെ ചിലരുടെ സമീപത്തു ചെന്ന് ബഹളം കൂട്ടി കലഹിച്ചു. മറ്റുള്ളവരെ മര്യാദ പറഞ്ഞ് വിലക്കുവാൻ ശ്രമിച്ചു. മധുപാനത്താൽ മധുവന്മത്തരും ആർക്കും തടുക്കുവാൻ കഴിയാത്തവരും അതിവേഗതയെ പ്രദർശിപ്പിക്കുന്നവരും ധതിമുഖനാൽ ബലാത്കാരേണ നിരോധിക്കപ്പെടുന്നവരും അതിക്രമിക്കുന്നതിൽ നിർഭയരുമായ വാനര സൈന്യം ദോഷം ഉണ്ടാകുമോ എന്നൊരു ചിന്ത കൂടിയില്ലാതെ അങ്ങോട്ട് ആക്രമിക്കുവാൻ ഒരുമ്പെട്ടു. നഖങ്ങൾ കൊണ്ട് മാന്തിയും പല്ലുകൾ കൊണ്ട് കടിച്ചും മുറിവേൽപ്പിച്ചും മുഷ്ടി ചുരുട്ടി ഇടിച്ചും കാൽ കൊണ്ട് ചവിട്ടി മതാധിക്യത്താൽ അവർ ദതിമുഖനെ മൃതപ്രായനാക്കി തീർത്തു. ആ മഹാവനത്തെ നിശേഷം നശിപ്പിച്ച പോലെയുമാക്കി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.